അമ്മ എന്താണ് പരിപാടി രാവിലെ വെച്ചിട്ട്? അമ്മ മുരിങ്ങക്കായ് ഉപ്പേരി വെക്കാൻ വന്നിട്ടാണ്. മുരിങ്ങക്കായ? അപ്പൊ ഈ ഇടയ്ക്ക് മുരിങ്ങക്കായ് ഉപ്പേരി വെച്ചപ്പോ നമ്മുടെ ആൾക്കാരൊക്കെ എന്താ അമ്മ അങ്ങനെ മുരിങ്ങക്കായ് ഉപ്പേരി വെക്കുന്നത് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതാ അമ്മ കുറച്ച് നമ്മുടെ മുരിങ്ങക്കായാണ്. അപ്പൊ അതാ മുറിച്ചിട്ട് അതിന് ഉപ്പേരി വെക്കണം. ഇതൊന്ന് കാട്ടിത്തരാം, പറഞ്ഞുതരാം. നമ്മുടെ തന്നെ മുരിങ്ങക്കായാണ്, നമ്മുടെ മരത്ത് കായ്ച്ചതാണ്. നാടൻ അല്ലേ? നാടൻ മുരിങ്ങക്കായ് നമ്മുടെ. അപ്പൊ അതാ അമ്മ അങ്ങനെ മുറിച്ച് വെച്ചിട്ടുണ്ട്. ഉപ്പും മഞ്ഞപ്പൊടി ഇട്ടിട്ട് വേവിക്കും. ഉപ്പും മഞ്ഞപ്പൊടി ഇട്ട് വേവിക്കും. എന്നിട്ട് അമ്മ ഒരു 3-4 സബോള എടുക്കും. സബോളയും അതിലൊരു തക്കാളി ഇടും. എന്നിട്ട് അത് നല്ലോണം ഗ്രേവി, നമ്മൾ ചിക്കനൊക്കെ വെക്കും പോലെ സബോളയൊക്കെ നല്ലോണം ഗ്രേവി ആക്കി എന്നിട്ട് മുളക് പൊടി അതിലിട്ടിട്ട് താളിച്ചു കൂട്ടിയിട്ട് അങ്ങനെയാണ് ചെയ്യുക. അപ്പൊ നമുക്ക് എങ്ങനെയാ ചെയ്യണത് നോക്കാം അല്ലേ? തുടങ്ങാം നമുക്ക്. അമ്മ അപ്പൊ മുരിങ്ങക്കായൊക്കെ കഴുകി വാരി എടുത്തു അല്ലേ? വാരിയിട്ട് അമ്മ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. 1/2 ഗ്ലാസ്. കുറച്ച് വെള്ളം, ഉപ്പും മഞ്ഞപ്പൊടി അല്പം ഇട്ട് കൊടുത്തു. ഇനി വേഗം വെക്കുക അല്ലേ? അപ്പൊ ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. അപ്പൊ എളുപ്പം വേഗം. ഒരാവിരി വേഗം അത്രേ ആവശ്യമുള്ളൂ അല്ലേ? അങ്ങനെ നമുക്ക് മുരിങ്ങക്കായ് വേകുമ്പോഴേക്ക് നമ്മ അതിനുള്ള സബോളയൊക്കെ അരിഞ്ഞു വെച്ചിട്ട് ഇതിനെ നമുക്ക് ഗ്രേവി സെറ്റാക്കാം അല്ലേ? അപ്പൊ അമ്മ ആദ്യം എണ്ണ ഒഴിച്ച് കടുക് ഇട്ടിട്ടാണ് ഈ സബോള കൊട്ടുന്നത്. താളിക്കല് പണി ഒരുങ്ങും നമുക്ക്. വെളിച്ചെണ്ണയിലാണ് ചെയ്യുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. സബോള ഇത്തിരി കൂടുതൽ വേണം. അപ്പോഴാണ് നമുക്കൊരു ഗ്രേവി. ഇതിപ്പോ മുരിങ്ങക്കായ് പറഞ്ഞാൽ വെറുതെ എങ്ങനെ കഴിക്കുന്നേക്കാളും അതിലൊരു ഗ്രേവി കിട്ടും. അപ്പൊ നമുക്ക് കുഴമ്പം കറി പോലെ നന്നായിരിക്കും എടുത്തു കൂട്ടാൻ. മുരിങ്ങക്കായൊക്കെ വീട്ടിലുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യാ. കടുകിട്ട് കൊടുത്തു. കടുകൊക്കെ പൊട്ടി നമ്മ സബോള ഇട്ട് കൊടുക്കണം. കറുവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ശരി അമ്മ. മെല്ലെ വാടട്ടെ അല്ലേ? മുരിങ്ങക്കായ് വേകുമ്പോഴേക്ക് ഇത് നമുക്ക് വാടിക്കിട്ടല്ലേ? മുരിങ്ങക്കായൊക്കെ തിളച്ചു ഉപകാരമായി. അങ്ങനെ സബോളയൊക്കെ ഒരുവിധം സെറ്റായി അമ്മ തക്കാളി ഇട്ട് കൊടുക്കും. ശരി അമ്മ. 2 തക്കാളി എടുത്തിട്ടുണ്ട്. തക്കാളിയും സബോളയൊക്കെ അത്യാവശ്യം വേണം, അപ്പോഴാണ് ഗ്രേവി ഉണ്ടാവുള്ളൂ അല്ലേ? അപ്പൊ സബോളയും തക്കാളിയൊക്കെ നല്ലോണം എണ്ണയിൽ ചുരുട്ടി നല്ല സെറ്റായിട്ടുണ്ട്. അപ്പൊ അമ്മ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കും. കുറച്ചേ ഇട്ട് കൊടുക്കുള്ളൂ. കുറച്ച് മുളക് പൊടി. ഇത്ര ആവശ്യമില്ല, ഒരുപാട് ചേരുവയൊന്നും വേണ്ട അല്ലേ? വേണ്ട, ഒന്നും വേണ്ട. പക്ഷെ നമുക്ക് നന്നായിരിക്കും ഇത് എടുത്ത് കൂട്ടെ. മുരിങ്ങക്കായൊക്കെ വേവിച്ച് കറക്റ്റ് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ അമ്മ അതിലേക്ക് ഇട്ട് കൊടുക്കണം അല്ലേ? നമ്മുടെ ഉപ്പേരിയൊക്കെ റെഡി ആയതാ. അപ്പൊ അമ്മന്റെ അടിപൊളി മസാലയൊക്കെയുള്ള മുരിങ്ങക്കായ് ഉപ്പേരി റെഡി ആയില്ലേ? ഒരു മോരൊക്കെ ഒഴിച്ച് ഉണ്ണാണെങ്കിൽ സൂപ്പറാണ്. മോരോ രസമോ മുളക് കൊടുത്തുകൂടിയാ?
എല്ലാം കൂട്ടി നമുക്ക് ഉണ്ടാം. ഉണ്ടാ അടിപൊളിയാണ്. അപ്പം മുരിങ്ങക്കായ് തനിച്ച് നമ്മൾ സാമ്പാർ വെക്കുമ്പോഴോ പരിപ്പിട്ട് വെക്കുകയോ മാത്രമല്ല, ഇങ്ങനെ ഉപ്പേരിയും വെക്കാം. ഇങ്ങനെ വെക്കാം. അപ്പൊ എല്ലാവരും വെച്ച് നോക്കുക. എന്നിട്ട് ശരിയായെങ്കിൽ അമ്മയ്ക്ക് വിവരങ്ങൾ അറിയിക്കുക. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അപ്പോൾ അഭിപ്രായങ്ങളൊക്കെ അമ്മനെ അറിയിക്കുക. അപ്പോൾ വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.